ഒരു ദരിദ്രബാലൻ പട്ടിണി മാറ്റാനായി ചെയ്ത ജോലികളിലൂടെ പഠിച്ച പാഠങ്ങളും സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മറ്റൊരുവന്റെ കച്ചവടമിടുക്കും ചേർന്ന് ലോകത്തിലെ തന്നെ ആദ്യത്തെ ആഡംബരത്തിന്റെ അവസാന വാക്കായ ഒരു കാർ ബ്രാൻഡായി മാറിയ കഥയുണ്ട്. തന്റെ അച്ഛന്റെ മരണശേഷം 10ാം വയസ്സ് മുതൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ ഹെൻറി റോയ്സ് സ്വന്തമായി പഠിച്ചതും വർഷങ്ങളായി ചെയ്ത ജോലികൾ അയാളെ പഠിപ്പിച്ചതുമായ എഞ്ചിനീയറിംഗ് കലയും കാലങ്ങളായി സമ്പാദിച്ച പണവുമായി ഇലക്ട്രിക് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയ ഹെൻറി റോയ്സ് താൻ ആദ്യമായി വാങ്ങിയ കാറിന്റെ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ട് അതിന്റെ ഡിസൈനിലും മറ്റും സൂക്ഷ്മമായ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത് ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിൽ തന്നെ ഏറ്റവും മികച്ച കാറായിരുന്നു. തുടർന്ന് 41 വയസ്സുകാരൻ റോയ്സ് ഉണ്ടാക്കിയ 2 സിലിണ്ടർ കാർ ഒരു മോട്ടോർ ഷോയ്ക്കിടയിൽ കണ്ട കാർ കച്ചവടക്കാരനായ 24 വയസ്സുകാരൻ ചാൾസ് റോൾസ് ആദ്യ കാഴ്ചയിൽ തന്നെ റോയ്സ് ഉണ്ടാക്കിയ കാർ കച്ചവടം ചെയ്യാൻ കൈകൊടുത്തപ്പോൾ 1906 റോൾസ് റോയ്സ് എന്ന ഐതിഹാസിക കമ്പനിയായിരുന്നു. ഇറങ്ങിയ ഒരു വർഷത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാറായും തുടർന്നിറങ്ങിയ സിൽവർ ഗോസ് ഫാന്റം എന്നിങ്ങനെ രാജകുടുംബത്തിലും മിലിറ്ററിയിലും വിമാന എഞ്ചിൻ നിർമ്മാണത്തിലും നിറഞ്ഞു